Hi all, welcome back. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വർഷത്തെ ഫസ്റ്റ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും കഴിഞ്ഞ വർഷത്തേക്കാളും ഒന്നുകൂടി ബെറ്റർ ആവട്ടെ ഈ ഒരു വർഷം എന്ന് ഞാൻ വിഷ് ചെയ്യാണ്. കഴിഞ്ഞ വർഷത്തെ അത്ര മോശം പറയാനൊന്നുമില്ല, കാരണം യൂട്യൂബ് കമൻറ്റിനെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ക്രിയേറ്റേഴ്സ് യൂട്യൂബിൽ വന്നിട്ടുണ്ട്. ഒരുപാട് പേർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. എനിവേ ഈ വർഷം അടിപൊളിയാവട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് വരാം. അപ്പോൾ ഇന്ന് ന്യൂ ഇയർ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ അല്ല, കാരണം ന്യൂ ഇയർ സ്പെഷ്യൽ ആയിട്ടുള്ള കണ്ടൻറ്റുകളൊക്കെ തിരഞ്ഞു നോക്കി. ഒരു ഫോട്ടോ എടുക്കാനൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷേ നടന്നില്ല. എന്തായാലും നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു സെറ്റപ്പ്, ഈ ഒരു വീഡിയോ എടുക്കുന്ന സെറ്റപ്പ്, ഞാൻ എങ്ങനെയാണ് വീഡിയോ എടുക്കുന്നത്, അതുപോലെ തന്നെ എൻ്റെ ഒരു സ്റ്റുഡിയോ സെറ്റപ്പ്, സ്റ്റുഡിയോ എന്ന് പറയാനൊന്നുമില്ല, ജസ്റ്റ് കുറച്ച് ലൈറ്റുകൾ കാര്യങ്ങൾ, എൻ്റെ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്, നമ്മൾ ഈ ബാക്കിൽ ഇട്ടുന്ന കർട്ടനാണോ അതോ ലൈറ്റ് വെച്ചിട്ട് ചെയ്യുന്നതാണോ, അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു സെറ്റപ്പിലേക്ക് ആക്കിയെടുക്കുന്നത്, അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. എന്തായാലും നിങ്ങളൊരു കണ്ടൻറ് ക്രിയേറ്റർ ആണെങ്കിൽ, നിങ്ങൾ യൂട്യൂബിലൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. അപ്പോൾ എൻ്റെ ഒരു ചെറിയ സെറ്റപ്പ്, ഈ ഒരു വീഡിയോ എടുക്കുന്ന എൻ്റെ ചെറിയൊരു സെറ്റപ്പാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ മൊബൈലിൻ്റെ ഫ്രണ്ട് ക്യാമറയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. പുറകിലെ ക്യാമറ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഫോക്കസിൻ്റെ ചെറിയ പ്രശ്നമുണ്ട്. സാംസങ് M31s വീഡിയോയിൽ മെയിൻ പ്രശ്നമാണത്. ഫോക്കസ് ലോക്ക് ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഒറ്റക്കായിരുന്നു ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ പ്രോ മോഡിലൊന്നും വീഡിയോ ഇല്ല, അതുകൊണ്ട് തന്നെ ഫോക്കസ് കറക്റ്റ് ലോക്ക് ചെയ്ത് വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലോക്ക് ചെയ്യാതെ വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബ്ലിങ്കിങ് പ്രോബ്ലം വരും. ഇപ്പോൾ ഫോക്കസ് ഔട്ടാവും, ഒന്ന് ബാക്ക്ഗ്രൗണ്ടിൽ ഫോക്കസ് ആവും, പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഫോക്കസ് ആവും, അങ്ങനെ ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ എനിവേ ഞാൻ മൊബൈലിലെ ഫ്രണ്ട് ക്യാമറയിലാണ് ഈ ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ബാക്കിൽ കർട്ടനും കാര്യങ്ങളൊന്നുമില്ല, ഇവിടെ ഫുള്ള് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നിട്ട് കണ്ടോ, ഈ ഒരു സെറ്റപ്പാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഗ്രേഡ് എങ്ങനെ ചെയ്തെടുത്തതെന്ന് വെച്ചാൽ, ഇവിടെ ഫ്രണ്ടിൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും, ഇവിടെ നല്ലൊരു ലൈറ്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു തിയറി എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളെ ഫ്രണ്ടിലെ, അതായത് ക്യാമറ അടുത്ത് ഏറ്റവും ലൈറ്റിൻ്റെ അടുത്ത് ഏത് ഒബ്ജക്റ്റാണോ ഉള്ളത് അത് ഭയങ്കര ബ്രൈറ്റ് ആയിട്ടും നമ്മളെ ബാക്ക്ഗ്രൗണ്ടിലോട്ട് പോകുമ്പോഴും ഡാർക്കായിട്ട് ഉള്ള ഒരു സെറ്റപ്പാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മൂന്ന് ലൈറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ശരിക്കും ഒരു ലൈറ്റ് മതി. ഞാൻ ഈ ഒരു ഷെയ്ഡിൽ നിന്ന് ഷാഡോ ഇല്ലാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ ഒരു സൈഡിൽ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ലൈറ്റ് ഏതാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ഷാഡോ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സൈഡിലും കൂടെ ലൈറ്റ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ഈ ലൈറ്റൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടുന്ന് ക്യാമറ എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാനിവിടെ ഇതാണ് എൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞ് ലൈറ്റ് ഒന്ന് ഓണാക്കി കേട്ടോ, റൂമത്തെ ലൈറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. കണ്ടോ, ഇങ്ങനെ ഒരു 3 ലൈറ്റാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് മെയിൻ ലൈറ്റ് എന്ന് പറയുന്നത് ഈ ലൈറ്റാണ്. ഈ ലൈറ്റ് ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെടുത്തില്ല വെച്ചാൽ, നിങ്ങൾക്ക് അകത്ത് കാണാൻ പറ്റൊരു വലിയ ബൾബാണത്. പിന്നെ ഇതൊരു ബോക്സിൻ്റെ അകത്ത് വെച്ചിട്ട് ഞാൻ എൻ്റെ ജനലിൻ്റെ അകത്ത് കെട്ടി വെച്ചിരിക്കുകയാണ്. ഒരു സോഫ്റ്റ് ബോക്സിൻ്റെ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടൊരു വൈറ്റ് തുണി ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സൈഡിൽ നമ്മളെ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു എമർജൻസി ലൈറ്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഞാൻ എൻ്റെ വീഡിയോയിലൊക്കെ യൂസ് ചെയ്യുന്ന, ഫോട്ടോ എടുക്കാനൊക്കെ യൂസ് ചെയ്യുന്നൊരു നമ്മളെ ഒരു സ്റ്റഡി ലാമ്പ് എന്നൊക്കെ പറയുന്നൊരു വളച്ച് വെക്കാനൊക്കെ പറ്റുന്ന, അങ്ങനെ മൂവ് ചെയ്യാനൊക്കെ പറ്റുന്നൊരു ലൈറ്റും ഉണ്ട്. പിന്നെ എൻ്റെ ട്രൈപ്പോഡ് വൻ കോമഡിയാണ്. ഇതാണ് എൻ്റെ ട്രൈപ്പോഡ് എന്ന് പറയുന്നത്. എൻ്റെ +1 +2 ബുക്കൊക്കെയാണ് ഇത് അട്ടിക്ക് വെച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ ബോയ M1 മൈക്കിൻ്റെ ബോക്സാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതും വെച്ചിട്ട് നമ്മുടെ ക്യാമറ അവിടെ വെച്ചിട്ടാണ് ഞാൻ ഫോട്ടോ എടുക്കുന്നത്. പിന്നെ ഇതാണ് ടേബിൾ ഉള്ളത്. ടേബിളിൻ്റെ അടിയിൽ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ ഫോട്ടോ എടുക്കാനൊക്കെ യൂസ് ചെയ്യുന്ന സംഭവങ്ങളാണ്. പിന്നെ ഇത് സ്ക്രിപ്റ്റ് ബുക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ജസ്റ്റ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഐഡിയ കിട്ടുമ്പോൾ എഴുതി വെക്കണതാണ്. അപ്പോൾ ഇവിടെ ഇരുന്നിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ ലൈറ്റ് ഞാനിവിടെ ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ടേബിളിലാണ്. നമ്മുടെ ക്രിസ്മസിന് എടുത്ത ഫോട്ടോയുടെ എല്ലാം ആ ഒരു ഇതൊക്കെയാണ് അത് കാണുക, ആ ഒരു വീടൊക്കെയാണ് കാണുന്നത്. അപ്പോൾ നമ്മളെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു ഷെൽഫാണ്. ഈ ഒരു ഷെൽഫ്, ഇവിടെ നിങ്ങളൊരു ഷർട്ട് കാണാം, അതെൻ്റെ ഒരു പഴയ ഷർട്ടാണ്. ഇതെന്താ വെച്ചതെന്ന് വെച്ചാൽ, നമ്മളിവിടെ ഒരു മിററുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ഒരു മിററുണ്ട്. ഈ മിററിൻ്റെ റിഫ്ലക്ഷൻ ബാക്കിൽ നിന്ന് ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഒരു ഷർട്ട് വെച്ചിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്യും. അപ്പോൾ ആ ഒരു റിഫ്ലക്ഷന് വരില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഒരു എക്സ്റ്റൻഷൻ ബോർഡ് കൊടുത്തിട്ടാണ് ഞാൻ ഇവിടെ ഇതും സ്റ്റുഡിയോയുടെ ഭാഗമാണെന്ന് പറയാം, കാരണം ഞാൻ ഇൻഡോർ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ ഇവിടെ നിന്നാണ് ഫോട്ടോസൊക്കെ എടുക്കാറുള്ളത്. ഈ ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഞാനൊരു ചാർട്ട് കൊണ്ടുവന്ന് ഒട്ടിച്ചാണ്, ഒരു ജസ്റ്റ് ചെറിയ ടേബിളിൻ്റെ അകത്ത് ഒരു ചാർട്ട് കൊണ്ടുവന്ന് ഒട്ടിച്ചാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. പക്ഷേ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് മാത്രം സെറ്റാകത്തില്ല.
അപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് മാത്രം സെറ്റ് ആകത്തില്ല. അപ്പോൾ ഞാനിവിടെ 3 ലൈറ്റും ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ റൂമിലത്തെ മെയിൻ ലൈറ്റ് ഓഫ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് മാത്രം കാര്യമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ലൈറ്റ് മാത്രം ഓൺ ആക്കിക്കൊണ്ട് വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ സെറ്റപ്പാണ് കാണാൻ പറ്റുക. അപ്പോൾ ഈ ബാക്കിലുള്ള ഡോറും പിന്നെ വൈറ്റ് ചുമരും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സൈഡ് ബ്ലാക്ക് ആയിട്ടും കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ സ്ക്രീനിൽ തൊട്ടതിന് ശേഷം നമ്മളിവിടെ എക്സ്പോഷർ ഉണ്ടല്ലോ, നമ്മൾ ആ മൊബൈൽ ക്യാമറയിലെ എക്സ്പോഷർ അത് ഫുള്ളായിട്ടാണ് കുറക്കും. അപ്പോഴാണ് ഈ ഒരു സെറ്റപ്പ് വരുന്നത്. ഇപ്പോൾ ഇങ്ങനെയുള്ള വരുന്നത് ഇത് നമ്മൾ നേരെ കൈൻമാസ്റ്ററിലിട്ടിട്ട് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ടൂൾ എടുത്തിട്ട് ജസ്റ്റ് നമ്മുടെ ബ്രൈറ്റ്നസ് അതുപോലെ തന്നെ കോൺട്രാസ്റ്റ് അതുപോലെ തന്നെ സാച്ചുറേഷൻ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. കോൺട്രാസ്റ്റ് കൂട്ടുക, ബാക്കി രണ്ടും കുറച്ച് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ എഡിറ്റ് ചെയ്തെടുക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഷൂട്ടിംഗ് സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഷൂട്ട് ചെയ്യാറുള്ളത്. ഇത്രയേ ഉള്ളൂ, ബാക്കിൽ സംഭവങ്ങളൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ സംഭവം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ലൈറ്റിൻ്റെ അടുത്തുള്ള സംഭവം ഭയങ്കര ബ്രൈറ്റ് ആയിട്ടും അതുപോലെ തന്നെ പുറകോട്ടുള്ള സംഭവങ്ങൾ ഭയങ്കര ഡാർക്കായിട്ടും കാണും. അപ്പോൾ ഇതാണ് നമ്മുടെ സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മൾ ക്യാമറ ഒക്കെ വാങ്ങിക്കുകയാണെന്നെങ്കിൽ നല്ലൊരു സ്റ്റുഡിയോ സെറ്റ് ചെയ്യണമെന്നുണ്ട്. ഈ ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് തന്നെ മാത്രമായിട്ട് നിങ്ങൾക്കൊരു മടുപ്പുണ്ടാവുമെന്ന് എനിക്കറിയാം, പക്ഷേ വേറെ വഴിയില്ല. പുറത്ത് പോയി ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ല പ്രശ്നം ഇതാണ്, ഫ്രണ്ട് ക്യാമറയിലാകുമ്പോൾ ബാക്ക് ബ്ലറാവില്ല, ഒരു ക്ലാരിറ്റി കിട്ടില്ല. അപ്പോൾ ബാക്ക് ക്യാമറയിലാകുമ്പോൾ ആ ഒരു ഫോക്കസിൻ്റെ പ്രശ്നം പറഞ്ഞല്ലോ. പിന്നെ നമ്മൾ ട്രൈപോഡ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ട്രൈപോഡ് ബുക്ക് ചെയ്താൽ ഒന്നുകൂടി ഈ ഒരു ഫ്രെയിമിൽ ചെറിയ ചെരിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പം എൻ്റെ ഹെഡൊക്കെ കണ്ടില്ല. അപ്പോൾ അതൊക്കെ മാറാൻ ചാൻസ് ഉണ്ട്. ട്രൈപോഡ് നമ്മൾ ഡിജിടെക്കിൻ്റെ ട്രൈപോഡ് ബുക്ക് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു 1 വീക്ക് കൊണ്ട് എന്തായാലും ഫുൾ സെറ്റ് ആവും, അതിൻ്റെ മൗണ്ടും കാര്യങ്ങളൊക്കെ എത്തും. അപ്പോൾ അതും എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഒന്നുകൂടി ബെറ്റർ ആവും. അങ്ങനെ ഓരോ കാര്യങ്ങൾ അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവരണം. പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു 2021 ഇല്ല, അപ്പോൾ ഈ ഒരു ഇയറായിട്ട് ഒരു 2-3 മാസം കൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു ക്യാമറ വാങ്ങിക്കാൻ പ്ലാൻ ഉണ്ട്. നടക്കുകയാണെങ്കിൽ ക്യാമറ വാങ്ങിക്കും. അപ്പോൾ നമ്മൾ ഫുൾ സെറ്റായിട്ട് പിന്നെ നമ്മൾ നല്ല ക്വാളിറ്റി വീഡിയോസൊക്കെ ചെയ്യുന്നതായിരിക്കും. എനിവേ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾ ഇത് കണ്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ട്രിക്കും സംഭവങ്ങളൊക്കെ നിങ്ങളൊരു കണ്ടൻറ് ക്രിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ യൂട്യൂബിലൊക്കെ വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്നു. എനിവേ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതേ നല്ലൊരു അടിപൊളി കണ്ടൻറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.